ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ നന്മക്കുള്ള ആധാരം എന്തായിരിക്കണം? അയാളുടെ നന്മ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ നന്മ ചെയ്യുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി നന്മ ചെയ്തവരെയാണ് ആദ്യം നരകത്തിലേക്ക് അല്ലാഹു തആല പ്രവേശിപ്പിക്കുക. അതുകൊണ്ടുതന്നെ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ തൃപ്തിക്കു വേണ്ടി നന്മ ചെയ്യുന്ന സത്യവിശ്വാസികളായി മാറിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ യഥാർത്ഥ ഫലം കണ്ടെത്തുകയുള്ളൂ. അതിന് പറയുന്ന പേരാണ് ഇഹ്സാൻ. എപ്പോഴെങ്കിലും നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അവനെ കാണുന്നത് പോലെ ആരാധന നിർവഹിക്കുക. ഗുണകാംക്ഷ നിർഭരവും സമ്പൂർണവുമായ നിലക്ക് അള്ളാഹുവിനുള്ള ബാധ്യതാ നിർവഹണം കാര്യക്ഷമമാക്കുക എന്നതാണ് ഈ ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശം. പ്രതീക്ഷയും പേടിയും യഥാവിധം സമന്വയിപ്പിച്ച് ഇബാദത്തെടുക്കാൻ ഇഹ്സാനുള്ളവന് സാധിക്കും. അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ആരാധിക്കുക, അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് അള്ളാഹുവിനോടുള്ള ഇഹ്സാനാണെങ്കിൽ ഇനി പടപ്പുകളോടുള്ള ഇഹ്സാനുണ്ട്. അവരോട് നന്മയിൽ വർത്തിക്കലാണ് പ്രധാനം. മാതാപിതാക്കളോട്, അയൽവാസികളോട്, അനാഥകളോട്, അഗതികളോട്, ഇടപാടുകാരോട്, സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നവരോട്, തെറ്റ് ചെയ്യുന്നവരോട്, മൃഗങ്ങളോട്, എല്ലാവരോടും ഇഹ്സാനോടുകൂടി വർത്തിക്കാൻ സാധിക്കണം. തീർച്ചയായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനുമാണ്. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക. നിങ്ങൾ ജനങ്ങളോട് നല്ല വാക്ക് പറയണം. ഇങ്ങനെ ധാരാളം കൽപ്പനകൾ ഖുർആനിൽ കാണാം. ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും എല്ലാ വസ്തുക്കളോടും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അതിനാൽ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല നിലയിൽ കൊല്ലുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇഹ്സാൻ വളരെ നല്ല ഗുണമാണ്. വല്ലവനും ഇസ്ലാമിൽ സുകൃതം പ്രവർത്തിച്ചാൽ ജാഹിലിയത്തിൽ പ്രവർത്തിച്ചതിന് ശിക്ഷിക്കപ്പെടുകയില്ല. ഇസ്ലാമിൽ വന്ന് സുകൃതം പ്രവർത്തിക്കുന്നവൻ്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരും. വല്ലവനും ഇസ്ലാമിൽ തിന്മ പ്രവർത്തിച്ചാൽ അവൻ ജാഹിലിയത്തിൽ ചെയ്ത തെറ്റിനാലും പിൽക്കാലത്ത് ചെയ്ത തെറ്റിനാലും ശിക്ഷിക്കപ്പെടും. സുകൃതം കൊണ്ട് കഴിഞ്ഞത് പുറത്തു പോകും. സുകൃതം ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നതായിരിക്കും. മുഹസ്സിനുകളെ, ഇഹ്സാനുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് ലഭിക്കും. അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു നൽകും. അവർക്ക് സുവിശേഷമുണ്ട്. അവരുടെ പ്രതിഫലം പാഴാകില്ല. സുകൃതം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലം സ്വർഗവും വർധനവുമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. സുകൃതം ക്ഷമയിൽ നിന്ന് വരുന്നു. അക്ഷമ സുകൃതത്തെ തകർക്കുന്ന കാര്യമാണ്. ആളുകൾ നന്മകൾ കാണുമ്പോൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സന്തോഷം ഒരുപക്ഷെ നമ്മുടെ ഇഹ്സാനിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ, അതേപോലെ നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ, മറ്റുള്ളവരുടെ തൃപ്തി കാക്ഷിക്കാതെ നമ്മൾ സുകൃതം ചെയ്യാൻ സാധിക്കണം. സ്വന്തത്തോട് ഇഹ്സാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരോട് ഇഹ്സാൻ ചെയ്യാൻ തയ്യാറായാൽ മതി. സുകൃതം അഥവാ ഇഹ്സാൻ മനുഷ്യരെ നന്നാക്കുകയും മറ്റുള്ളവർ നമ്മെ അനുസരിക്കാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹു നിരീക്ഷകനാണ്. അവൻ നന്മ ചെയ്താൽ അത് കാണുന്നുണ്ട്, തിന്മ ചെയ്താൽ അത് കാണുന്നുണ്ട്. നന്മ പറഞ്ഞാൽ അത് കേൾക്കുന്നുണ്ട്, തിന്മ പറഞ്ഞാൽ അത് കേൾക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അത് കിതാബിലുണ്ടായിരിക്കും എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏത് നന്മ ചെയ്യുമ്പോഴും എൻ്റെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധം. ഏത് തിന്മ ചെയ്യുമ്പോഴും ആ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാൻ തക്ക രൂപത്തിൽ അള്ളാഹു കാണുന്നുണ്ട് എന്നൊരു ഭയം മനസ്സിലുണ്ടായാൽ അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉത്കൃഷ്ടനാക്കുന്ന മുഹസിൻ എന്ന പദവി. ആ ഇഹ്സാനിനെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പ്രവർത്തനത്തിൻ്റെ മാധുര്യം ഉൾക്കൊള്ളാൻ സാധിക്കും, മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. വീണ്ടും വീണ്ടും പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടാനും ആ പ്രവർത്തനങ്ങൾ ശക്തമായി ഈമാനോടുകൂടി ചെയ്യാനും സാധിക്കും. കുട്ടികളോട് ഇഹ്സാനോടുകൂടി വർത്തിക്കണം. ഭർത്താവിനോടും ഭാര്യയോടും മാതാപിതാക്കളോടും ഒക്കെ ഇഹ്സാനോടുകൂടി വർത്തിക്കണം. അങ്ങനെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ഒരു ബോധത്തിൽ, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ജീവിക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത് എന്ന ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
അസ്സലാമു അലൈക്കും വറഹമത്തുള്ള.